എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലത്തെ ബെല്ലൈക്കൺ ഇതിൽ കാണുന്ന പോലെ ക്ലിക്ക് ചെയ്യണം കേട്ടോ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് വരുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ, കാണാൻ പറ്റുള്ളൂ. അപ്പോൾ വാരാഹി അമ്മയുടെ ഒരു പുതിയ മന്ത്രമാണ് നിങ്ങൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ ഒരു മന്ത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കുട്ടികൾക്ക് മുതൽ വലിയ ആളുകൾക്ക് വരെ പല രീതിയിലുള്ള വിഷമങ്ങളും അതുപോലെ തന്നെ അസുഖങ്ങൾ, അതായത് രോഗശമനം, അതായത് ഒരുപാട് സിവിയറായിട്ടുള്ള കണ്ടീഷൻ അല്ലെങ്കിൽ സിവിയറായിട്ടുള്ള ഡിസീസ് കണ്ടീഷനൊക്കെ ആയിട്ട് പോകുന്ന ഒരുപാട് വ്യക്തികൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു മന്ത്രമാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. കൊച്ചു കുട്ടികളുടെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അതായത് ചില കുട്ടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വികൃതിയായിരിക്കും. അതുപോലെ തന്നെ വികൃതി സ്വാഭാവികം, എല്ലാ കുട്ടികൾക്കും ഉണ്ടാവുന്നതാണ് ചെറുതിൽ. പക്ഷേ അത് ഒരു പ്രായം കടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ വഴങ്ങാത്ത രീതിയിൽ അങ്ങനെ ഉള്ളതുണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്കും അവർക്ക് നല്ല രീതിയിൽ ബുദ്ധി വർദ്ധിക്കുവാനും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും ശ്രദ്ധ ചെലുത്തുവാനും നല്ല രീതിയിൽ പാരൻസിനോട് അല്ലെങ്കിൽ മാതാപിതാക്കളോട് നല്ല രീതിയിലും ബാക്കി റിലേറ്റീവ്സിനോടായാലും ആളുകളോടെല്ലാം നല്ല രീതിയിൽ നല്ല സ്വഭാവത്തോടുകൂടി അങ്ങനെ ഇടപെടാനും അതുപോലെ അവർക്ക് നല്ല രീതിയിൽ വളരുവാനായിട്ടുള്ള ശേഷി കൊടുക്കണം എന്നുള്ള ഒരു പ്രത്യേക മന്ത്രമാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ എല്ലാവരും നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ചുവടെ കൊടുക്കാൻ പോകുന്ന ഒരു കമൻറ്റാണ്. ഈ കാണിച്ചിരിക്കുന്ന കമൻറ്റ് കണ്ടോ? കഴിഞ്ഞ വീഡിയോയിൽ വന്നൊരു കമൻറ്റാണ്. ഈ കുട്ടി ഒരുപാട് വേദനയോടെ ഒരുപാട് മെസ്സേജ് ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയിരുന്നു. അതിനൊരു കാര്യം നടന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വെറുതെ ആയിരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? വാരാഹി അമ്മ അത്രയും പവർഫുള്ളാണെന്ന് പറയുന്നത് എത്ര വാസ്തവമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതിന് എക്സാമ്പിൾ ഞാൻ തന്നെയാണ്. ഒരുപാട് വിഷമങ്ങളിലൂടെ കടന്നു പോയവളാണ് ഞാൻ. എന്നാൽ ഇപ്പോഴും ചെറിയ ചെറിയ രീതിയിലുണ്ട്. പക്ഷേ എന്നാലും എനിക്കെൻ്റെ ഒരു വിശ്വാസത്തിന് വാരാഹി അമ്മ എന്തായാലും എൻ്റെ പ്രാർത്ഥന കേൾക്കും. ഒരു ദിവസം എന്തായാലും എൻ്റെ എല്ലാ വിഷമങ്ങളും എല്ലാം മാറ്റിത്തരും. കാര്യം ഇതിലും വലിയ വിഷമങ്ങൾ നേരിട്ട ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഉറപ്പായിട്ടും എൻ്റെ വേദനകളെല്ലാം മനസ്സിലാക്കി തരുമെന്നുള്ളത്. പക്ഷെ അതിലുപരി ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക, എന്നാൽ മാത്രമേ നമുക്ക് നന്മ വരുള്ളൂ എന്നൊരു ചിന്താഗതിയുള്ള ഒരാളാണ്. അപ്പോൾ എനിക്ക് ഉറപ്പാണ് എല്ലാവർക്കും നല്ലതേ വരുള്ളൂ, നല്ലതേ വരുത്തുള്ളൂ. വാരാഹി അമ്മ അത്രയും പവർഫുള്ളായിട്ടുള്ള ഭഗവതിയാണ്. ആ മന്ത്രം പോലും നമ്മളൊന്ന് വെറുതെ ഒന്ന് മനസ്സിൽ ധ്യാനിച്ചിട്ട് ആ മന്ത്രം ഒന്ന് 21 തവണ ജപിക്കുമ്പോൾ പോലും നമുക്ക് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഒരു ഫീലിംഗാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പെട്ടെന്നൊരു സ്ട്രെസ്സിൽ നിന്ന് തന്നെ പെട്ടെന്ന് അതിൽ നിന്ന് മാറിയ ഒരു ഫീലിംഗാണ്. എനിക്ക് അങ്ങനെയാണ് കേട്ടോ. എല്ലാവർക്കും എനിക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല. നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് എങ്ങനെയാണ് അനുഭവപ്പെടുന്നത് എന്നുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഫാമിലി മെമ്പർ അല്ലെങ്കിൽ നമ്മുടെ അത്രയും വേണ്ടപ്പെട്ട ഒരാൾ, നമ്മുടെ ഹസ്ബൻഡ് ആവട്ടെ അല്ലെങ്കിൽ നമ്മുടെ അച്ഛനോ അമ്മയാവട്ടെ, അവരോടൊക്കെ നമ്മൾ എങ്ങനെയാണോ സംസാരിക്കുന്നത് അതേ ഒരു ഫീലിംഗാണ് ശരിക്കും നമ്മളൊരു മന്ത്രം ജപിച്ച് കഴിയുമ്പോൾ. കാര്യം വാരാഹി അമ്മ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫാമിലി മെമ്പറെ പോലെയാണ് ഞാൻ കാണുന്നത്. നിങ്ങളിൽ ഓരോരുത്തരും അങ്ങനെ തന്നെ ഭഗവതിയെ കാണുക. സ്വന്തം ഫാമിലി മെമ്പറിനോട് നമുക്ക് എന്തും പറയാം അല്ലേ. അതായത് ഫാമിലി മെമ്പർ എന്ന് വെച്ചാൽ ആരും ആയിക്കൂടാന്നില്ല. ലൈക്ക് നമ്മുടെ വേണ്ടപ്പെട്ട ആൾ, എസ്പെഷ്യലി നമ്മുടെ അമ്മ, അച്ഛൻ അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡ് വിശ്വസിക്കാൻ പറ്റണം. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളോട് നമ്മൾ എങ്ങനെയാണോ ഇടപെടുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണോ നമ്മുടെ കാര്യങ്ങളൊക്കെ പറയുന്നത്, അപ്പോൾ അവരെ പോലെ കാണണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു മന്ത്രം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ, പവർഫുള്ളാണ്. അത് മന്ത്രത്തിന് നമുക്ക് ചുമ്മാ നമ്മളങ്ങനെ ജപിച്ച് കഴിഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. വിശ്വാസം എന്ന് പറയുന്നത് ആദ്യം വേണം. വിശ്വാസം ഇല്ലാതെ നമ്മൾ ഏതൊരു കാര്യം ചെയ്താലും അതിനൊക്കെ നെഗറ്റീവായിരിക്കും. നെഗറ്റീവ് ഒരു അപ്രോച്ചോട് കൂടി ഒരിക്കലും നമ്മൾ പ്രാർത്ഥിക്കരുത്. ആദ്യം വേണ്ടത് വിശ്വാസം. നേരത്തെ പറഞ്ഞിരുന്നു, വിശ്വാസം എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. വാരാഹി അമ്മ എന്ന് പറയുന്നത് വളരെ ശക്തിയേറിയ ഭഗവതിയാണ്. വരാഹം പൂണ്ട ദേവി. സാധാരണ ഞാനത് പറയാൻ കാര്യം, ഈ മൃഗരൂപം ധരിച്ച
ഭഗവാനാണ് മഹാശ്രീ ഗണപതി. അപ്പോൾ മഹാഗണപതിയുടെ വരം, മഹാദേവൻ ഗണപതിക്ക് കൊടുത്ത വരം എന്തായിരുന്നു? അതായത് എല്ലാ ദൈവങ്ങളെക്കാളും പ്രാധാന്യം മഹാഗണപതിക്ക് അങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. എന്നാൽ മഹാഗണപതിയെ വന്ദിക്കാതെ അല്ലെങ്കിൽ ഒരു പൂജ പോലും ചെയ്യാതെ നമുക്ക് ഒരു നല്ല കാര്യം ചെയ്താൽ പോലും അവിടെ ഒരു തടസ്സം ഉണ്ടാവും. ആ ഒരു ശുഭകാര്യത്തിന് പോലും നമ്മൾ മഹാഗണപതിയെ സ്മരിച്ചിട്ടോ അല്ലെങ്കിൽ ആ ഒരു ഭഗവാനെ ഏതെങ്കിലും രീതിയിൽ മഹാഗണപതി ഹോമം അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് നേർച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, വഴിപാടൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തിട്ടായിരിക്കും നമ്മൾ അതിലേക്ക് ഏർപ്പെടുക. എന്ന് പറയണ പോലെ ഭയങ്കര ശക്തിയാണ് മഹാഗണപതി. അതുപോലെ വരാഹരൂപം പൂണ്ട് മൃഗരൂപം ആണ് വാരാഹി ദേവിക്കും. അതുകൊണ്ടാണ് വാരാഹി ദേവി അത്രയും പവർഫുള്ളും പെട്ടെന്ന് നമ്മൾ വിളിച്ചാൽ വിളി കേൾക്കുന്ന ദേവിയാണ്. അത് ഇനിയും മനസ്സിലാക്കാത്തവരാണെങ്കിൽ അത് ആദ്യം മനസ്സിലാക്കുക. നിങ്ങളുടെ പ്രാർത്ഥന എന്തുകൊണ്ട് കേൾക്കുന്നില്ല? പലരും എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് എൻ്റെ പ്രാർത്ഥന കേൾക്കാത്തത് ദേവി എന്തുകൊണ്ടാണ് എൻ്റെ പ്രാർത്ഥന മാത്രം കേൾക്കാത്തത്? എല്ലാവരുടെ പ്രാർത്ഥനയും സകലരുടെയും പ്രാർത്ഥന കേൾക്കുന്നുണ്ട്, സകലരുടെയും കാര്യങ്ങളെല്ലാം സാധിച്ചു കൊടുക്കുന്നുണ്ട്, എന്നെ മാത്രം എന്തിനാണ് പരീക്ഷിക്കുന്നത്? എന്നാൽ ഒരുപാട് പരീക്ഷണത്തിൽ ഏർപ്പെടില്ല നിങ്ങൾ, അതാദ്യം മനസ്സിലാക്കുക. വാരാഹി ദേവി അവരുടെ ഭക്തരെ സ്വന്തം മകളെപ്പോലെ അല്ലെങ്കിൽ മകനെപ്പോലെയാണ് കാണുന്നത്. ഒരിക്കലും നമ്മളെ ഒരുപാട് വേദനിപ്പിക്കുന്ന രീതിയിൽ ഒരിക്കലും നമ്മളോട് ചെയ്യില്ല, ഒരു ദൈവവും ചെയ്യില്ല. പക്ഷേ എന്നാൽ നമുക്ക് വിശ്വസിക്കാം, വാരാഹി ദേവി നമ്മൾ ആരാധിക്കുന്ന ആ ദേവിയെ നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ദേവി നമ്മുടെ കൂടെ തന്നെ കാണും, ഉറപ്പായിട്ടും. അതിന് ഒരുപാട് പേര് എക്സാമ്പിൾ ഉണ്ട്. എൻ്റെ ഈ വീഡിയോസിന് തന്നെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ഗോ ത്രൂ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം അനുഭവത്തിലൂടെ. ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലാസ്റ്റ് വീഡിയോയിലും പറഞ്ഞു, ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്ത അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് വയനാട്ടിലുണ്ടായത്. അവരൊരിക്കലും തന്നെ പ്രതീക്ഷിക്കുന്നില്ല. അവരുടെ വേണ്ടപ്പെട്ട ആളുകൾ പോയി, പ്രവാസികളായ കുറേ പേര് തിരിച്ചെത്തുമ്പോൾ അവർക്ക് വീടില്ല, ആളുകളില്ല, അവിടെ റിലേറ്റീവ്സ് ഇല്ല, അമ്മയില്ല, അച്ഛനില്ല, ഒരുപാട് നഷ്ടങ്ങൾ. എന്തുമാത്രം വേദനയോടെ കടന്നു പോകുന്നു. അത്രയും വേദനയിലൂടെ ഇപ്പോൾ ആരും കടന്നു പോകുന്നില്ല. പക്ഷേ എന്നാലും ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് വിഷമങ്ങളുള്ളത്, അല്ലേ? അതൊക്കെ മനസ്സിലാക്കാനുള്ളത് ഭഗവതിക്കറിയാം. നമ്മൾ മാക്സിമം നമ്മുടെ ദൈവത്തെ കയ്യിലെടുക്കുക. എത്രയൊക്കെ രീതിയിലും നമ്മൾ എത്രയൊക്കെ രീതിയിൽ നമുക്ക് സമ്പാദ്യം വന്നിട്ടുണ്ടെങ്കിലും ദൈവത്തെ മറന്നിട്ടുള്ള ഒരു പ്രവൃത്തികളും നമ്മൾ ഏർപ്പെടരുത്. നമ്മളെ ചതിക്കുന്നവരായും അവർക്കൊരു ദിവസമുണ്ട്, അതാദ്യം മനസ്സിലാക്കുക. ഉറപ്പായിട്ടും അവർക്ക് തിരിച്ചടിക്കും. അവർക്ക് എന്തായാലും ആ ഒരു ദിനം വരും. അവർക്ക് ഒരിക്കലും ഒരു ദൈവവും സപ്പോർട്ട് കൊടുക്കില്ല. അതേസമയം നമ്മളെ വിശ്വസിക്കുന്ന ദേവി ഒരിക്കലും നമ്മളെ കൈവിടിയില്ല, അത് ഉറപ്പ് തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു കമൻറ്റ് കണ്ടപ്പോൾ ശരിക്കും ഒരുപാട് കമൻറ്റ്സ് വരുന്നുണ്ട്, ഒരുപാട് പേര് വിഷമങ്ങൾ അയക്കുന്നുണ്ട്. എല്ലാവരെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലേറ്റസ്റ്റായിട്ട് വരുന്ന കമൻറ്റ്സൊക്കെ ഞാൻ മാക്സിമം അടുത്ത വീഡിയോയിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെയാണ് പ്രാർത്ഥിച്ചു പോകുന്നത്. അപ്പോൾ ഈ ഒരു കമൻറ്റ് എനിക്ക് ശരിക്കും ഞാൻ ശ്രദ്ധിച്ചു. അപ്പോൾ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാക്സിമം എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാറുണ്ട്, എല്ലാവരെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഞാൻ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്ക് അല്ലെങ്കിൽ ഒരു ഹാർട്ട് ഞാൻ എന്തായാലും അല്ലാതെ കൊടുത്തിട്ടുണ്ടാവും. അവരെയൊക്കെ ഞാൻ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദേവി ഉറപ്പായിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ തന്നെ കേൾക്കും. നമ്മുടെ ദേവി നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. ഒരു തരത്തിലുള്ള വിഷമങ്ങളോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ചിന്ത, അതായത് നമ്മുടെ ചിന്ത പെട്ടെന്നാണ്, ഒരു സ്പോട്ടിലാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു ചേഞ്ച് വരുന്നത്. ഒരു നിമിഷം നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ ആ വിഷമം ഭയങ്കര ഇൻറ്റൻസിറ്റി കൂടുതലുള്ള ഒരു വിഷമമാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുന്നത് നമ്മൾ ഒരിക്കലും പ്രവചിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചിന്തകളിലേക്കായിരിക്കും. ഒരിക്കലും അത് പാടില്ല. പല രീതിയിൽ നമുക്ക് മൈൻഡിൽ പലതും തോന്നാം, പക്ഷെ അതെല്ലാം നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മളെ കാത്തിരിക്കുന്ന കുറച്ച് പേരുണ്ട്. അവരെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിലായിരിക്കണം നമ്മൾ ഇടപെടേണ്ടത്. അല്ലാതെ നമ്മൾ അതിൽ നിന്നും ഒരു രക്ഷപ്പെട്ട പോലെ ഒരു സൂയിസൈഡോ അങ്ങനെയൊന്നും ഒരിക്കലും ഒരു രീതിയിലും ചിന്തിക്കരുത്. എല്ലാത്തിനും ഒരു സമയമുണ്ടെന്നേ. എല്ലാവരുടെ ലൈഫിലും എല്ലാ രീതിയിലും വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സന്തോഷം നിങ്ങൾക്ക് അതുപോലെ വന്നു ചേരും. എല്ലാ സന്തോഷവും മാത്രം നയിച്ചു പോകുന്ന കുറേ വ്യക്തികളുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടെന്നേ.
നമ്മളതനുസരിച്ച് നമ്മൾ ആ രീതിയിൽ നമ്മൾ പോകണം. അതാണ്, ദൈവത്തെ മറക്കരുത് എന്നുള്ള കാര്യം ആദ്യം വിചാരിക്കുക. നല്ല മനസ്സുള്ള ആളുകളുടെ കൂടെ എപ്പോഴും ദൈവം ഉണ്ടാവും. അല്ലാതെ നമ്മളിപ്പോൾ കുറേ 100 തെറ്റും കുറേ പേരെ പഴിയും പറഞ്ഞ് കുറേ ആളുകളുടെ നാശവും വിചാരിച്ച് നമ്മളിപ്പോൾ ഒരു ദൈവത്തെ വിളിച്ചു കഴിഞ്ഞാൽ ദൈവം പോലും കേൾക്കില്ല, പകരം നമുക്ക് തിരിച്ചടിക്കുകയുള്ളൂ. പക്ഷെ അങ്ങനെയൊന്നും ചെയ്യരുത്. എല്ലാവരും നല്ല ചിന്തയോടുകൂടി നല്ല രീതിയിൽ വരാഹിദേവിയെ വിശ്വസിച്ച് വരാഹിദേവിയെ ആരാധിക്കുക. അപ്പോൾ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. മാക്സിമം എല്ലാവരും എല്ലാവരുടെ പേരും നിങ്ങളുടെ ബന്ധുക്കളായാലും അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പേരും നാളും അതുപോലെ തന്നെ ആവശ്യവും മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു കമൻറ്റ് ഈ ഒരു വീഡിയോയുടെ താഴെ ചെയ്യുക. അപ്പോൾ ഞാൻ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ റിലേറ്റീവ്സ് ആയിക്കോട്ടെ, എവിടെയുള്ള ആളായിക്കോട്ടെ, കുഴപ്പമില്ല, അവർക്കൊക്കെ തന്നെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വാരാഹി ദേവി അറിയപ്പെടട്ടെ അല്ലേ. വാരാഹി ദേവി അറിയാത്ത ആളുകളാണെങ്കിൽ അവരത് ചിലപ്പോൾ ഒരുപാട് വിഷമങ്ങളിലൂടെ കടന്നുപോയി ഒരാളോട് പോലും തിരിച്ച് പറയാൻ പറ്റാത്ത സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ആളുകൾ കാണും നമ്മുടെ കൂട്ടത്തിൽ. നമുക്കറിയില്ല, ഓരോ ആളുകളുടെ മനസ്സ് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ അവർക്കത് ഗുണം ചെയ്യുമെങ്കിൽ ചെയ്തോട്ടെ. സോ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലത്തെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. കമൻറ്റ് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് പേരും നാളും ആവശ്യവും അനുസരിച്ച് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ പുതിയ മന്ത്രജപം ഏതാണെന്ന് മെൻഷൻ ചെയ്യാം. കൂടെ ചൊല്ലുക. 21 ദിവസം 21 തവണയാണ് നിങ്ങൾ ജപിക്കേണ്ടത് ഈ മന്ത്രം. ഓം വരാഹവദനായ നമഃ. 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 ഓം വരാഹവദനായ നമഃ.
ॐ वराहवदनाय नमः। 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 ॐ